കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുവിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫ്രാക്ഷൻസിനെ അഡിഷനും അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷനും. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കാണുന്ന ഫ്രാക്ഷന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? യെസ്, ഈ ഒരു ഫ്രാക്ഷനെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എന്റെ കുട്ടിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇല്ലേടാ, ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? അതെ, താഴെയുള്ള നമ്പർ ആണ് അല്ലെ. താഴെയുള്ള നമ്പർ എല്ലാം എന്താണ്? സെയിം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്രാക്ഷൻസുകൾ ആഡ് ചെയ്യാൻ തരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? സിമ്പിൾ ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസറിലും, ശ്രദ്ധിക്കണേ ഗൈസ്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, ആൻസറിലെയും ഡിനോമിനേറ്റർ എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. സോ ഇവിടെ ഡിനോമിനേറ്റർ 7 ആണ്. സോ ആൻസറിലും 7 തന്നെ ആയിരിക്കും. നിങ്ങൾ എന്ത് മാത്രം ആഡ് ചെയ്താൽ മതി? ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. 2ഉം 5ഉം 6ഉം മാത്രം ആഡ് ചെയ്തിട്ട് എഴുതി കൊടുത്താൽ മതി ന്യൂമറേറ്റർ ആയിട്ട്. സോ 2 + 5 = 7, 7 + 6 = 13 എന്ന് കിട്ടിയിട്ടുണ്ടാവണം 13. അപ്പൊ 13/7 എന്ന് നിങ്ങൾക്ക് ആദ്യത്തെ അഡിഷൻ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. കിട്ടിയിട്ടില്ലേ? അപ്പോ നിങ്ങൾ എന്നെ ഒന്ന് സ്വന്തം ചെയ്ത് നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് ഫ്രാക്ഷനും ആഡ് ചെയ്യാൻ തന്ന രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണോടാ? താഴെ തന്നിരിക്കുന്ന നമ്പർ സെയിം ആയിട്ടാണോ ഉള്ളത്? അല്ല. അപ്പൊ സെയിം അല്ലാത്ത ഫ്രാക്ഷൻസ്, ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? അത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ടും ആഡ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഭയങ്കര സിമ്പിൾ ആണേ. ഇത് നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക? യെസ്, നമുക്ക് ന്യൂമറേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഫ്രാക്ഷനെയും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യത്തെ ഫ്രാക്ഷനെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷനെ ഡിനോമിനേറ്ററും ക്രോസ് ആയിട്ട് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 × 3 എത്ര പേരുടെ? 3 × 3 9 പ്ലസ് അഡീഷൻ അല്ലേ ഇവിടെ, പ്ലസ് അടുത്ത നമ്പർ ആരാ? 4 × 1. ഇതുപോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1 4 തന്നെ. സോ നമുക്ക് ന്യൂമറേറ്റർ കിട്ടി. സോ ഇനി ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ കിട്ടാൻ താഴെയുള്ള ഡിനോമിനേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 3 എത്ര പേര് ഇവിടെ? 12 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. സോ 9 + 4 ന്യൂമറേറ്റർ ആയിട്ടുണ്ട്. 9 + 4 = 13. 13/12 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കുക. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞോളാം. അത് ഞാൻ ചെയ്യുന്നില്ല. ഇതുപോലെ സെയിം ആയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം, രണ്ട് ഫ്രാക്ഷൻസുകൾ സബ്സ്ട്രാക്ട് ചെയ്യാനാണ് ഇവിടെ തന്നത്. കുറച്ച് നോക്കണം. അപ്പൊ സബ്സ്ട്രാക്ട് ചെയ്യാൻ തന്നതുകൊണ്ട് തന്നെ നേരത്തെ അതേ മെത്തേഡാണ്, ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് അഡിഷൻ ആണെങ്കിൽ അവിടെ ആഡ് ചെയ്യണം, ഇവിടെ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ ഒന്ന് കുറയ്ക്കണം, അത്രേ ഉള്ളൂ. നോക്കണം ഇവിടെ എന്താ പ്രത്യേകത? യെസ്, ഡിനോമിനേറ്റർ ആദ്യം നിങ്ങൾ നോക്കിയാൽ കാണാം ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസറിലും ഡിനോമിനേറ്റർ ആര് തന്നെയായിരിക്കും? സെയിം നമ്പർ തന്നെ ആയിരിക്കും. 15 ആണെങ്കിൽ 15 തന്നെ. നിങ്ങൾ എന്തുമാത്രം ആഡ് ചെയ്താൽ മതി? ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. 8ഉം 3ഉം ആഡ് ചെയ്യാനല്ലേ അല്ലെ, സോറി, സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 8ഉം 3ഉം സബ്സ്ട്രാക്ട് ചെയ്യാനാണ്. 8ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ, സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. ഈ 5/15 നമുക്ക് എന്ത് ചെയ്യാം എടാ? ഏറ്റവും ചെറിയ അല്ലെ, ലോവസ്റ്റ് ടേമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാറ്റിക്കൊണ്ടുവരാം. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുവാണെങ്കിൽ എങ്ങനെ വരും? യെസ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഒരുപോലെ 5 എന്നുള്ള നമ്പർ പോകും അല്ലേ. ഇപ്പൊ ന്യൂമറേറ്ററിൽ 5 പോയി കഴിഞ്ഞാൽ അല്ലേ, 5 × 1 ആണ് 5. ഇതുപോലെയാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത്. നോക്കിക്കോ, 5 × 1 ആണ് 5 എന്ന് പറയുന്നത്. താഴെയോ 5 × 3 ആണ് 15 എന്ന് പറയുന്നത്. സോ രണ്ട് നമ്പറിലും 5 എന്താണ്? കോമൺ ആണ്. സോ 5 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 1/3 എന്ന് വന്നിട്ടുണ്ടാവും. സോ 5/15 റൈറ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അതിനെ ചെറുതാക്കിയിട്ട് നമുക്ക് 1/3 എന്നും എഴുതാം. സോ അടുത്ത നമ്പർ നോക്കിക്കേ. അടുത്ത നമ്പർ എന്താ? 2/5 - 4/15. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം. പക്ഷേ അവിടെ മറ്റൊരു രീതിയിലും നമുക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ, ഇവിടെ ഡിനോമിനേറ്റർ 15 ആണ് അല്ലെ. ഈ 5നെയും ഞാൻ 15 ആക്കി മാറ്റിയിരുന്നെങ്കിൽ എനിക്കിത് മൈനസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. കാര്യം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നോക്കിക്കേ, ഈ 5നെ ഞാൻ എങ്ങനെയാ 15 ആക്കുക? 5നെ 15 ആക്കാൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഡിനോമിനേറ്റർ നോക്കടാ, ഈ ഒരു ഫ്രാക്ഷനില് ഡിനോമിനേറ്റർ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററും എന്തായാലും നിങ്ങൾ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ അത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പൊ 2 × 3 എത്ര വരും? 6.
5 into 3 15 ആയിട്ട് ആ 2/3 എന്ന് 2/5 എന്നുള്ള ഫ്രാക്ഷൻ 6/15 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഒന്നുമില്ലേ, ഞാൻ എന്താക്കി 5 15 ആക്കി മാറ്റാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂമറേറ്ററും ഞാൻ എന്ത് ചെയ്യണം, 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ 2/5 ഇവിടെ 6/15 ആയിട്ട് മാറി. വാല്യൂല് ഒരു മാറ്റവും ഇല്ലേ. ദെൻ -4/15. നോക്കടാ, ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ മാത്രം എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. 6 - 4 = 2. 2/15 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലേ? സോ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യാം. അടുത്ത നമ്പർ നിങ്ങൾ സ്വന്തം മൈനസ് ചെയ്ത് നോക്കുക. സോ അടുത്ത നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണോ, അല്ല ഡിഫറെന്റ് ആണ്. സോ നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാവേ. നോക്കടാ, ഒന്നിന്റെ ഡിനോമിനേറ്റർ 6 ആണ്, രണ്ടാമത്തതിൻ്റെത് 9 ആണ്. വേണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കാം, ഇല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, യെസ്, എനിക്ക് ന്യൂമറേറ്റർ കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു, 5ഉം 9ഉം ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. 5 into 9 45 എന്ന് വരും. മൈനസ്, ശ്രദ്ധിക്കണം, പ്ലസ് അല്ല കേട്ടോ, അവിടെ മൈനസ് ആണേ. അടുത്ത ആരാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 6 into 4 6 4 24. ദെൻ ഡിനോമിനേറ്റർ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, അവിടെ 6ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 9 54. കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യുക, ഒന്നുമില്ല, ന്യൂമറേറ്റർ മൈനസ് ചെയ്താൽ മതി. ന്യൂമറേറ്റർ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും, 21/54 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. 21/54 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണേ. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചെറുതാക്കാനുള്ള നമ്പർ ഉണ്ടോ നോക്കാം. രണ്ടിൽ കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഉണ്ടോ നോക്കാം. നമ്പർ ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, അത് ചെറുതാക്കിയിട്ട് എഴുതാം. സോ അടുത്ത നമ്പർ 2/3 - 1/2 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഫോം ആണ് ഇത് രണ്ടുപേരും. അതുകൊണ്ട് മൈനസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ രണ്ടിന്റെയും ഉത്തരം നമുക്കൊന്ന് അഡിഷനും ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്, ഇപ്പം സബ്സ്ട്രാക്ഷനും ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. രണ്ടിന്റെയും ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ ഫ്രാക്ഷൻസ് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.